ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുളക് ചെമ്പരത്തിയുടെ മിനിയേച്ചർ വെറൈറ്റിയാണ്. മുളക് ചെമ്പരത്തി നമുക്ക് പണ്ടുപോലെ എല്ലാ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇനം ചെമ്പരത്തിയാണ്. അതിൻ്റെ ഒരു ചെറിയ ടൈപ്പ് എന്ന് പറയാം. അതിൻ്റെ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതേ ഷേപ്പൊക്കെ ആണെങ്കിലും വളരെ ചെറുതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചെറിയ പൂക്കളാണെങ്കിൽ ഈ കളർ അങ്ങനെ ആയതുകൊണ്ട് അതുപോലെ ഉണ്ടാകുമ്പോൾ നിറച്ച് ചെടി നിറഞ്ഞിങ്ങനെ പൂക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ തേനുണ്ട്. ഈ രണ്ട് വെറൈറ്റിക്കും ഇഷ്ടംപോലെ തേനുള്ളത് കൊണ്ട് ഹമ്മിങ് ബേഡ്സും അതുപോലെ തന്നെ ബട്ടർഫ്ലൈസും വണ്ടുകളും തേനീച്ചകളും ഒക്കെ എപ്പോഴും നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഗാർഡൻ നല്ല സജീവമായിട്ട് നിൽക്കും. പിന്നെ എല്ലാ സീസണിലും ഒരുപോലെ പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണിത്. പിന്നെ മഴ സീസണിലൊക്കെ കുറച്ചൊന്ന് ആർത്തൊന്ന് കിളിക്കും. അതിങ്ങനെ ഒരുപാട് ബ്രാഞ്ചസൊക്കെ വന്നിട്ട് ഒരിച്ചിരി കാട് പോലെ ആകുന്ന ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. അതൊന്ന് നമ്മളൊന്ന് പ്രൂൺ ചെയ്തൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ പൂന്തോട്ടത്തിന് നല്ലൊരു അഴക് തന്നെയാണ്. ഇങ്ങനെ ഈ കുഞ്ഞു പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ലൊരു ഭംഗിയാണ്. പിന്നെ മുളക് ചെമ്പരത്തി എന്ന് പറയുന്നത് എപ്പോഴും അത് താഴേക്ക് തൂങ്ങിക്കിടന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്ന ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുകളിലേക്കായിരിക്കും നിൽക്കുന്നത്. മുളക് ചെമ്പരത്തി വീടുകളിലുള്ളവർക്കറിയാൻ പറ്റും. അതെല്ലാം ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് താഴേക്ക് തൂങ്ങിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ പൂക്കളൊക്കെ എപ്പോഴും ഇങ്ങനെ മുകളിലേക്കായിരിക്കും നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ പരിചരണമൊക്കെ എളുപ്പമാണ്. അധികം കീടരോഗബാധയൊന്നുമില്ല. പിന്നെ ഇടയ്ക്കെങ്ങാനും ഇലകളിലൊക്കെ ചില പുഴുശല്യങ്ങളൊക്കെ കാണാറുണ്ട്. അത് പക്ഷേ അധികം ചെടിയുടെ വളർച്ചയൊന്നും അധികം അഫക്റ്റ് ചെയ്യാറില്ല. പിന്നെ നമുക്ക് കമ്പ് നട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പുതിയ ചെടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ എൻ്റെ ഗാർഡനിലധികം കീടനാശിനികളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെയൊക്കെ അധികം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബട്ടർഫ്ലൈസിനൊക്കെ അത് ദൂഷ്യമായതുകൊണ്ട് തന്നെ ഞാൻ ജൈവികമായിട്ട് തന്നെയാണ് ഇതിനെയൊക്കെ നേരിടുന്നത്. എനിക്ക് ഈ പൂക്കളുടെ ഒപ്പം തന്നെ അതുപോലെ തന്നെ ഈ കിളികളും അതുപോലെ ബട്ടർഫ്ലൈസും ഒക്കെ വരുന്നത് നല്ല താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ അധികം കീടനാശിനികൾ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാറില്ല. എന്നാലും എൻ്റെ ചെടികൾക്കൊന്നും വലിയ പ്രത്യേകതയില്ല. ഞാൻ എപ്പോഴും അതുപോലെ രീതിയിൽ പരിചരണം ശ്രദ്ധിക്കാറുണ്ട്. എന്നും എൻ്റെ ഇടയ്ക്ക് പോയി നോക്കുകയും എന്തെങ്കിലും ശല്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുകയും അങ്ങനെയൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ എനിക്കധികം കീടരോഗ പ്രശ്നങ്ങളൊന്നും അങ്ങനെ തോന്നാറില്ല. ഇതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വർഷം മുഴുവനും പൂക്കൾ തന്നുകൊണ്ടിരിക്കും. മഴക്കാലത്താണെങ്കിലും നല്ല രീതിയിൽ പൂക്കൾ തരും. നമ്മുടെ സാധാ ചെമ്പരത്തിയൊക്കെ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ പൂവിടലൊക്കെ ഒന്ന് കുറവായിരിക്കും. പക്ഷേ ഈ ചെമ്പരത്തിക്ക് അങ്ങനെയില്ല. എപ്പോഴും നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തന്നുകൊണ്ടിരിക്കും. അതൊക്കെയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.